നമസ്കാരം, ഞാൻ സുനിത. HSS മലയാള വിഭാഗത്തിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ്. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് സാവിറ കമ്പത ബസതി, മലയാളത്തിൽ പറയുകയാണെങ്കിൽ 1000 തൂണുകളുള്ള ക്ഷേത്രം. കർണാടകയിലെ മൂടുബിദ്രെ എന്ന സ്ഥലത്താണ് ഈ ജൈനമത ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. 1000 ഗ്രാനൈറ്റ് തൂണുകൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന അതിവിസ്മയകരമായ ശില്പകലയിൽ സമ്പന്നമായ ഒരു ക്ഷേത്രമാണിത്. ആയിരക്കണക്കിന് ആളുകൾ 31 വർഷമെടുത്താണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത്. 1000 തൂണുകൾ 1000 രീതിയിലാണ് ഇവിടെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ഒരേപോലെയുള്ള 2 തൂണുകൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കില്ല എന്നതും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. കൂടുതലായും തീർത്ഥാടകരും ചരിത്രസ്നേഹികളുമാണ് ഇവിടെ എത്തുന്നത്. ഈ ക്ഷേത്രം 1430 നിർമ്മിച്ചുവെന്നാണ് വിശ്വാസം. ക്ഷേത്രത്തിൻ്റെയും പരിസര പ്രദേശത്തെയും അന്തരീക്ഷം വളരെ ശാന്തമാണ്. ജൈനർ ആരാധിക്കുന്നത് തീർത്ഥങ്കരന്മാരെയാണ്. ചന്ദ്രനാഥൻ എന്ന 8ാം തീർത്ഥങ്കരനാണ് ഈ ബസതിയിലെ പ്രധാന ആരാധ്യദേവൻ. എല്ലാ മതങ്ങളിൽപ്പെട്ടവർക്കും ഇവിടെ പോകാം എന്നതാണ് ഈ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത. മതപരമായ വിലക്കുകളൊന്നും തന്നെ ഇവിടെയില്ല. ഇത് ഒരു പൈതൃകത്തിൻ്റെയും ശില്പകലയുടെയും മഹത്വത്തിൻ്റെയും ഭാഗമാണ്. അതുകൊണ്ടാണ് എല്ലാ മതസ്ഥരും, പ്രത്യേകിച്ച് വിദ്യാർത്ഥികളും ചരിത്രപ്രേമികളുമൊക്കെ ഇവിടം സന്ദർശിക്കുന്നത്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ടൂറിസ്റ്റുകളും ഇവിടെ വരുന്നു. ഈ ക്ഷേത്രത്തിന് ത്രിഭുവന തിലക ചൂടാമണി, ചന്ദ്രനാഥ ദേവാലയ എന്നീ 2 പേരുകൾ കൂടി ഉണ്ട്. ഇന്നത്തെ കാലത്ത് നമ്മളിൽ പലരും ടൂറ് പോകാൻ തിരഞ്ഞെടുക്കുന്നത് ഊട്ടി, കൊടൈക്കനാൽ, മൈസൂർ, മൂന്നാർ, ഗോവ, അതുമല്ലെങ്കിൽ വിദേശ രാജ്യങ്ങൾ. പക്ഷേ അതിനിടയിൽ നാം മറക്കുന്നത് നമ്മുടെ നാട്ടിലുള്ള പൈതൃക കേന്ദ്രങ്ങളെയാണ്. ഇവിടങ്ങളിൽ ഒന്നാണ് കർണാടകയിലെ ഈ സാവിറ കമ്പത ബസതി. നമ്മുടെ നാട്ടിലുള്ള ചരിത്ര സമ്പത്തുകൾ കണ്ട് മനസ്സിലാക്കേണ്ടത് നമ്മുടെ കടമയാണ്. നന്ദി, നമസ്കാരം.